ഇത് ഞാൻ പമ്പ് ഓഫ് ചെയ്തിട്ടു. ഓഫ് ചെയ്തിടുമ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. ഇത് വീണ്ടും ഒന്നുകൂടെ ഓണാക്കി കാണിക്കാം. വീണ്ടും ഓണാക്കിയിട്ടുണ്ട് മോട്ടർ. ഇതാ ഈ രീതിയിലുള്ള പ്രഷർ കിട്ടുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ഷവറിൽ തീരെ വെള്ളമില്ല. അത് ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം ടാങ്ക് ഇരിക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഷവർ ഇരിക്കുന്നത്. മിക്ക വീടുകളിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഞാനൊരു പ്രഷർ പമ്പ് സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ച ഒരു പമ്പും ഒരു ഓട്ടോമാറ്റിക് പമ്പ് കൺട്രോളറുമാണ്. ആക്ച്വലി ഇതൊരു ശരിക്കുള്ള പ്രഷർ പമ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് നമ്മളൊരു നോർമലായിട്ടുള്ള സെൽഫ് പ്രൈമിംഗ് പമ്പാണ്, 1/2 HP. അതിനകത്ത് ഞാനൊരു ഓട്ടോമാറ്റിക് പമ്പ് കൺട്രോളർ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും ഞാൻ നോർമൽ പ്രഷർ പമ്പ് അല്ല എന്ന് പറയാൻ കാരണം, ഈ പ്രഷർ പമ്പ് തന്നെ നമുക്ക് 2 ടൈപ്പിൽ പറയാം. ഒന്ന് ഇങ്ങനത്തെയുള്ള ഓട്ടോമാറ്റിക് പമ്പ് കൺട്രോളർ യൂസ് ചെയ്യുന്ന പ്രഷർ പമ്പ്, അതല്ലാതെ പ്രഷർ ഗേജ് യൂസ് ചെയ്യുന്ന പ്രഷർ പമ്പും ഉണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ശരിക്കും ഒരു ഫ്ലോ മീറ്റർ ആണുള്ളത്. അതായത് ഇതിനകത്തൂടെ വെള്ളം മുഴുകുന്ന സമയത്ത് മാത്രമായിരിക്കും ഇത് ആക്ടിവേറ്റ് ആയി പമ്പ് ഓൺ ആക്കുന്നത്, ഒരു വാട്ടറിന്റെ സപ്ലൈ ഉള്ള സമയത്ത് മാത്രം. എന്നാൽ ഇതിന് പകരം ഒരു പ്രഷർ ഗേജ് വെച്ചിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫുൾ ടൈം ഒരു പ്രഷർ നമ്മൾ എത്രയാണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത്രയും പ്രഷർ ഇങ്ങനെ തള്ളി നീക്കും. നമ്മൾ എപ്പോൾ പൈപ്പ് ഓൺ ആക്കിയാലും അത്രയും പ്രഷർ തന്നെ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് കിട്ടും. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പൈപ്പ് ഒന്ന് ഓൺ ആക്കി ആ വെള്ളം ഒഴുകി തുടങ്ങി 1-2 സെക്കൻഡ് ഡിലേ വന്നതിന് ശേഷമായിരിക്കും ഇതിനകത്തുനിന്ന് നമുക്ക് ആ ഒരു ഫുൾ പ്രഷർ പമ്പ് കിട്ടുക. അപ്പോൾ ഇതിന് ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് നമ്മുടെ ടാങ്കിലെ വെള്ളം തീർന്നു പോയി കഴിഞ്ഞാൽ, ആ ഒരു ഫ്ലോ നിന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ പമ്പ് ഓഫ് ആകും. അതായത് ഒരു ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പമ്പിന് കിട്ടും. വെള്ളം ഇല്ലാതെ ഇത് ഓടുന്ന പ്രശ്നം വരത്തില്ല. നേരത്തെ പറഞ്ഞ പ്രഷർ ഗേജ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ടാങ്കിലെ വെള്ളം തീർന്നു കഴിഞ്ഞാലും പമ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് നമ്മൾ വേറെ ഒരു മെക്കാനിസവും കൂടെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമുക്ക് ഒരുപാട് പ്രഷർ വേണ്ട. നമുക്ക് പഴയ പൈപ്പിംഗ് ഒക്കെയാണ്, അതിൻ്റെ ജോയിന്റുകളൊക്കെ വിട്ടു പോകണ്ട എന്നുണ്ടെങ്കിൽ, കുറച്ച് പ്രഷർ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് ഏറ്റവും നല്ലത്. പിന്നെ മാത്രമല്ല, രണ്ടാമത്തെ പ്രഷർ ഗേജ് വെച്ചിട്ടുള്ളതാണെങ്കിൽ തന്നെ അതിനകത്തും സെപ്പറേറ്റ് ഉണ്ട്. അതിനകത്ത് തന്നെ ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് പ്രഷർ ടാങ്ക് ഉള്ളതുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ 5 ലിറ്റർ മുതൽ 25-50 ലിറ്റർ വരെ ടാങ്ക് അതിനകത്തുണ്ടാവും. അതിനകത്ത് തന്നെ പ്രഷർ ഹോൾഡ് ചെയ്ത് വെക്കും. എപ്പോഴും മോട്ടോർ ഓൺ ആവേണ്ട ആവശ്യമില്ല. ഇതിനകത്താണെങ്കിൽ നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നതനുസരിച്ച് ആ സമയത്തൊക്കെ തന്നെ പമ്പ് ഓൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ബാത്റൂമിലെ പ്രഷർ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു പ്രഷർ പമ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ വില കാര്യങ്ങളോ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ ഒരു പമ്പ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. പമ്പും ഈ ഒരു ഓട്ടോമാറ്റിക് പമ്പ് കൺട്രോളറും കൂടെ രണ്ടും കൂടെ എനിക്ക് ഏകദേശം 4300 രൂപയാണ് ചിലവ് വന്നത്, രണ്ടും കൂടെ. അതിനുശേഷം ഞാൻ കുറച്ച് സാധനങ്ങളും കൂടെ ഇതിന് വേണ്ടുന്ന ഫിറ്റിങ്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു. അതിനെല്ലാം കൂടെ ഏകദേശം ഒരു 1500 രൂപയും കൂടെ എനിക്ക് ചിലവായിട്ടുണ്ട്. അതായത് മൊത്തം ഒരു 6000 രൂപ അടുപ്പിച്ച് എനിക്ക് സാധനങ്ങൾക്കെല്ലാം കൂടെ ചിലവായിട്ടുണ്ട്. സോ ഇതിനകത്ത് യൂണിയൻ അടക്കമുള്ള കാര്യങ്ങളും ബോൾ വാൽവുകളും ഒക്കെ എടുത്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ഇൻസ്റ്റലേഷൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് അതൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. എന്തായാലും ഞാൻ നിലവിൽ ഇപ്പോൾ എൻ്റെ ബാത്റൂമിൽ എങ്ങനെയാണ് വെള്ളം വരുന്നത്, എത്രത്തോളം പ്രഷറാണുള്ളത്, നമുക്ക് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എത്രത്തോളം പ്രഷർ കിട്ടുന്നുണ്ട് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഇതിൽ തന്നെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പേടിയുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഫ്ലോ മീറ്റർ ആണെങ്കിൽ പോലും മിനിമം ഒരു പർട്ടിക്കുലർ പ്രഷറിലുള്ള, അതായത് ഇതിനെ സംബന്ധിച്ചിടത്തോളം 1.5 ബാർ ഒരു പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ആക്ടിവേറ്റ് ആവത്തുള്ളൂ. എൻ്റെ ഇപ്പോഴത്തെ ടാങ്കിൻ്റെ അടിയിലുള്ള ബാത്റൂമിലേക്ക് പോകുന്ന വഴി ആ ഒരു മിനിമം ഫ്ലോ എങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സിസ്റ്റം എൻ്റെ ബാത്റൂമിൽ വർക്ക് ആകത്തുള്ളൂ. അപ്പോൾ അത് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഇനി അവിടെ വർക്ക് ആയില്ലെങ്കിൽ ഞാൻ താഴത്തെ ടാങ്കിൽ കൊണ്ടുവച്ച് താഴത്തെ ബാത്റൂമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ട് പകരം ഇതുപോലെ ഒരു പ്രഷർ സ്വിച്ച് വാങ്ങിച്ചു വെച്ചുകൊണ്ട് എനിക്കിത് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും മേളത്തെ നിലയിലേക്ക്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. സോ അത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ എന്തായാലും ഇത് സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഷവറിൻ്റെ ഇപ്പോഴത്തെ പ്രഷർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ.
കാര്യമായിട്ടൊരു വെള്ളം പോലും ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് വരുന്നില്ല. വെറും 3 ഇഞ്ചിന്റെ ഒരു ഷവർ ഹെഡാണ് ഇതിനകത്ത് വരുന്നത്. എന്നിട്ട് പോലും ഇത്രയും വെള്ളം മാത്രമേ ഉള്ളൂ. ഇതും ടാങ്ക് നിറച്ച് വെള്ളമുള്ള ആ ഒരു സമയത്തായതുകൊണ്ട് മാത്രമാണ് ഇത്രയും വെള്ളം വരുന്നത്. ഒരു അര ടാങ്കെങ്കിലും വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ 1/3 മാത്രമാണ് ഇതിനകത്ത് പ്രഷർ വരുന്നത്. സോ ആ ഒരു വ്യത്യാസം എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ വീഡിയോ ഏതായാലും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ പമ്പ്. അൺബോക്സിങ് കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതെന്ന് പറയുന്നത് CRIയുടെ എൽസ പ്രോ സീരീസിൽ വരുന്ന ഒരു പമ്പാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പവർ എന്ന് പറയുമ്പോഴത്തേക്ക് 0.37 കിലോ വാട്ടാണ് വരുന്നത്. 0.5 HP ആണ് ഈ ഒരു പമ്പിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 3 ആംപിയർ കറണ്ടും അതുപോലെ തന്നെ ഹെഡ് റേഞ്ച് എന്ന് പറയുന്നത് 6 മീറ്റർ ടു 26 മീറ്റർ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡൊക്കെ കിട്ടുന്ന ഒരു പമ്പാണ്. ഒരുപാട് വലിയ ഒരു പവർ കൺസപ്ഷനും ഇതിനകത്തുനിന്ന് വരുന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ഇതാണ് ഇതിൻ്റെ ഇൻലെറ്റ് വാൽവ്. അതുപോലെ തന്നെ ഈ കാണുന്നത് ഇതിൻ്റെ ഔട്ട്ലെറ്റ് വാൽവും. ഇതുവഴിയാണ് വെള്ളം അകത്തോട്ട് വരുന്നത്, ഇതുവഴി വെള്ളം പുറത്തേക്കും പോകും. ഇതാണ് നമ്മുടെ പമ്പ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഈ ഒരു പമ്പിലെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു നോൺ റിട്ടേൺ വാൽവ് ഇതിൻ്റെ ഇൻലെറ്റിൽ ഇൻബിൽട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഉണ്ടല്ലേ, ഇവിടെ ഒരു നോൺ റിട്ടേൺ വാൽവാണ് കൊടുത്തേക്കുന്നത്. സോ വെള്ളം വരുമ്പോഴത്തേക്ക് ഒരു സൈഡിലോട്ട് മാത്രമേ വെള്ളം വരത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ഡീഫോൾട്ട് ആയിട്ടുള്ളൊരു നോൺ റിട്ടേൺ വാൽവിൻ്റെ ഒരു സിസ്റ്റം പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഡ്രൈ റൺ പ്രൊട്ടക്ഷനും മറ്റു കാര്യങ്ങളും എല്ലാം വരുന്ന ഒരു ഓട്ടോമാറ്റിക് പമ്പ് കൺട്രോളറാണ് ഇത്. ഇതും CRIയുടെ തന്നെയാണ്. CPH15 എന്ന് പറയുന്ന മോഡലാണ് ഇത്. ഇതിനകത്ത് 10 ബാർ വരെ മാക്സിമം പ്രഷർ ഇതിനകത്ത് ഹാൻഡിൽ ചെയ്തോളും. 1.5 ബാർ ആണ് ഇതിൻ്റെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതായത് മിനിമം അത്രയെങ്കിലും ഉണ്ടെങ്കിലാണ് ഇത് ആക്ടിവേറ്റ് ആകുക. പിന്നെ ഇതിനകത്ത് 3 ലൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. പവർ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ലൈറ്റ് കത്തും, പമ്പ് ഓൺ ആകുന്ന സമയത്ത് ഈ ലൈറ്റ് കത്തും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫെയിലിയർ ലൈറ്റും കത്തും. ഇത് റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചുമാണ്. ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. പമ്പിൻ്റെ ഔട്ട്ലെറ്റ് വാൽവാണ് ഇത്. ഈ ഒരു വാൽവ് നമ്മൾ ഡീഫോൾട്ടായിട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു റബ്ബർ സീലൻ്റ് ഇട്ട് ഇത് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ഈ സീല് നമുക്ക് ആദ്യം ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതിങ്ങോട്ട് ഇതിൻ്റെ മേളിലേക്ക് വെച്ച് പിരിച്ച് കൊടുക്കുക. അത്രമാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡെമോ പോലെ ഇങ്ങോട്ട് പിരിച്ച് വെക്കുന്നതേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ ഒരു ടെഫ്ലോൺ ടേപ്പൊക്കെ കൃത്യമായി കൊടുത്തതിന് ശേഷം വേണം ചെയ്യാൻ. ചില ആളുകൾ ഇത് ഡയറക്റ്റ്ലി കൊടുക്കാതെ ഇതിൻ്റെ ഇടയ്ക്കൊരു പൈപ്പും കൂടെ കൊടുത്തിട്ട് പൈപ്പിൻ്റെ മേളിൽ ഇത് വെക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നും ഇല്ല എന്നാണ് കമ്പനി പറയുന്നത്. സോ ഇതിനകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വയറിങ്ങും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. ഇവിടെ വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് പവർ കേബിളാണ്. അതായത് ഇങ്ങോട്ട് പവർ വരുന്നത് ഇത് എർത്താണ്, ഇത് ഫേസും, ഇത് ന്യൂട്രലും. ഇവിടെ പമ്പ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇത് പമ്പിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഇത് എർത്ത്, ഇത് ഫേസ്, ഇത് ന്യൂട്രൽ. അപ്പോൾ ഇത് നേരെ പമ്പിൻ്റെ വയറ് ഇവിടെയുണ്ട്. ഇതിലോട്ട് ഡയറക്റ്റ് ആയി കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് വരുന്ന സപ്ലൈയും കൊടുക്കുക. അത്രയും മാത്രമേ ഉള്ളൂ കണക്ഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പം ഈ 2 സാധനങ്ങൾ മാത്രം പോരാ. നമുക്ക് ഈ ഒരു പമ്പ് സെറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 2-3 കാര്യങ്ങളും കൂടെ നമ്മൾ അഡീഷണലി വെക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ത്രെഡഡ് ആയിട്ടുള്ള അഡാപ്റ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതായത് ഇവിടെ ത്രെഡഡ് അഡാപ്റ്റേഴ്സ് തന്നെയാണ്. മെയിൽ അഡാപ്റ്ററും ഒരു ഫീമെയിൽ അഡാപ്റ്ററും വേണം. ഇതെന്ന് പറയുന്ന ഒരു ഫീമെയിൽ അഡാപ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് പൈപ്പും കൊടുക്കാം ഔട്ട്ലെറ്റ് വാൽവായിട്ട്. ഇൻലെറ്റിൽ നമുക്ക് ഇതും കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പൈപ്പും കൊടുക്കാം. സോ ഇവിടെ വരുന്ന പൈപ്പിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു യൂണിയനും കൂടെ കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. കാരണം ഈ ഇൻലെറ്റിലും അതുപോലെ തന്നെ ഔട്ട്ലെറ്റിലും ഒരു യൂണിയൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു പമ്പ് സെറ്റ് നമുക്ക് അഴിക്കേണ്ടി വന്നാൽ ജസ്റ്റ് ഈ യൂണിയന് അഴിച്ചുകൊണ്ട് നമുക്ക് പമ്പ് റിമൂവ് ചെയ്യാം. ബാക്കി പൈപ്പും കാര്യങ്ങളും ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു PVC ബോൾ വാൽവ് കൂടെ ഇതിൻ്റെ ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോൾ വാൽവ് ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് യൂണിയനും അഴിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പമ്പ് സെറ്റ് നമുക്ക് ഊരിയെടുക്കാം. പണി കഴിയുമ്പോൾ നേരെ ഈ ബോൾ വാൽവ് യൂണിയനിൽ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്ത് ബോൾ വാൽവ് തിരിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യുകയും ചെയ്യാം. ഇത്രത്തോളമേ നമുക്ക് കണക്ഷൻ ഭാഗത്ത് വരുന്നുള്ളൂ. ഇവിടെ എങ്ങനെയാണ് ഞാൻ പമ്പ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ ടാങ്കിൽ നിന്ന്
ഇവിടെ ആയിട്ടാണ് ടാങ്കിൻ്റെ ലെവൽ വരുന്നത്. ഇവിടുന്ന് നേരെ പൈപ്പ് ഇറങ്ങി ഇതുവഴി നേരെ ബാത്റൂമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എന്തായാലും ഒരു വാൽവുണ്ട്. ആ വാൽവിൻ്റെ താഴെയായിട്ട് കട്ട് ചെയ്ത് പാരലി നമ്മൾ ഈ മോട്ടറും കൊടുക്കും. ഈ രീതിയിലാണ് നമ്മൾ കണക്ഷൻ ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ടാങ്കിൽ നിന്നുള്ള ലൈൻ നേരെ ഇവിടെ വരുന്നു. ഇത് ഓൾറെഡി ഇവിടെ ഒരു വാൽവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വാൽവിൻ്റെ താഴെയായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ഈ മോട്ടറിൻ്റെ ഇന്നിലേക്ക് കൊടുക്കാനുള്ള ഇൻലെറ്റ് വാൽവിലേക്ക് കൊടുക്കാനുള്ള പൈപ്പ് എടുത്തു. അവിടെ നമ്മളൊരു ബോൾ വാൽവും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ, മോട്ടറിൽ എന്തെങ്കിലും പണി വല്ലതും വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് പൂട്ടാം. എന്നിട്ട് അതിൻ്റെ കുറച്ചുകൂടെ താഴെയായിട്ട് അടുത്തൊരു ഔട്ട്ലെറ്റ് വാൽവിൽ നിന്ന് വരുന്ന പൈപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു പോർട്ട് എടുത്തു. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു നോൺ റിട്ടേൺ വാൽവും കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് മോട്ടറിൽ നിന്നുള്ള വെള്ളം ഇതിലെ താഴേക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്കാണ് പോകേണ്ടത്. തിരിച്ച് ടാങ്കിലേക്ക് കയറി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നോൺ റിട്ടേൺ വാൽവ് ഇവിടെ വെച്ചേക്കുന്നത്. മാത്രമല്ല, ഏതെങ്കിലും കാരണവശാൽ കറണ്ട് പോവുകയോ അല്ലെങ്കിൽ മോട്ടോർ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് വെള്ളം ഇതിനകത്തൂടെ യൂസ് ചെയ്യുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഈ നോൺ റിട്ടേൺ വാൽവ് വെച്ചേക്കുന്നത്. അപ്പം ഇൻലെറ്റ് വാൽവിലേക്ക് കൊടുക്കാനുള്ള പൈപ്പ് നേരെ എടുത്ത് മോട്ടറിൻ്റെ ഇൻലെറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഔട്ട്ലെറ്റ് വാൽവിൽ നിന്നുള്ളത്, അതായത് നമ്മുടെ ഫ്ലോ സെൻസറിൽ നിന്ന് ഉള്ള ഔട്ട്ലെറ്റ് വാൽവ്, ഇതിനകത്തൂടെയാണ് വെള്ളം വരുന്നത്. വെള്ളം നേരെ നമ്മുടെ ബാത്റൂമിലേക്ക് പോകുന്ന ലൈനിലേക്കും കൊടുത്തിട്ടുണ്ട്. ഇതുവഴി നേരെ ബാത്റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ യൂണിയനും കൂടെ ഇവിടെയും ഔട്ട്ലെറ്റ് വാൽവിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോട്ടർ മാത്രമായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. മാത്രമല്ല, ഈ രണ്ട് വാൽവുകൾ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോർമലി ഉള്ള പൈപ്പ് സിസ്റ്റത്തിൽ കൂടെ തന്നെ നമുക്ക് വെള്ളം വരികയും ചെയ്യും. ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഇങ്ങനൊരു സിസ്റ്റം ചെയ്തിരിക്കുന്നത്. സംഗതി നമ്മളിപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ പവർ ഓണാണ്, പമ്പ് ഓണാണ്, അതിനകത്തൂടെ വെള്ളം പോകുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രഷർ ഫ്ലോ ഇപ്പം അവിടെ നിന്ന് കഴിയുന്ന ഉടനെ പമ്പ് ഓഫ് ആവുകയും ചെയ്യും. പമ്പ് അവിടെ ഓഫ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനവിടെ വീണ്ടും നമ്മുടെ പൈപ്പ് തുറക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ആ സെക്കൻഡ് തന്നെ പമ്പ് ഓൺ ആകുന്നുണ്ട്. ഇവിടുത്തെ ഒരു എഫക്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതായത് ഉണ്ടല്ലേ, ഇത്രയും വെള്ളം വീഴുന്നുണ്ട്. ഇനി ഷവറിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ ഇതുണ്ടല്ലേ, നേരത്തെ എങ്ങനെ വെള്ളം വീണുകൊണ്ടിരുന്ന ഷവറ, അതിൽ നിന്നിപ്പോൾ നല്ല ഫോഴ്സിലാണ് കയ്യാലോട്ടൊക്കെ വീഴുന്നത്. ഇതുണ്ടല്ലേ, നേരത്തെ ദേഹത്ത് വെള്ളം വീഴുന്നൊന്നും അറിയത്ത് പോലും ഇല്ലായിരുന്നു. ആ പരുവത്തിലുണ്ടായിരുന്നത് ഇങ്ങനെയായി. ഇത് ഞാൻ പമ്പ് ഓഫ് ചെയ്തിടുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വീണ്ടും ഒന്നുകൂടെ ഓണാക്കി കാണിക്കാം. വീണ്ടും ഓണാക്കിയിട്ടുണ്ട് മോട്ടർ. ഈ രീതിയിലുള്ള പ്രഷർ കിട്ടുന്നുണ്ട്. സോ സംഗതി സക്സസ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഋഷഭ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.